75 ലക്ഷം രൂപ പിരിച്ചു എന്നും പറയുന്നത് എവിടുന്ന് തെളിവിടിയിട്ടാ ഗോപ്രതാപൻ ഈ തോന്നിയ ദിവസം പറയുന്നത്? എന്ത് ധിക്കാരും അറിയാമോ? ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കുന്ന പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊരു കുടുംബത്തെ ആളുകളല്ലേ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തോണ്ട് അതിനെ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്ത് കളങ്കപ്പെടുത്തുക, ഒരു ചെറുപ്പക്കാരനെ വിശ്വാസവഞ്ചന ചെയ്യുന്ന രീതിയിലുള്ള നിലപാടെടുക്കുക, അതാണ് ഇവിടെ ക്രൂരമായിട്ടുള്ള കാര്യം എന്ന കാര്യം മനസ്സിലാക്കുക. അതാണ് കാര്യം. എന്ത് തോന്നിയാസവും പറയാമോ? അങ്ങനെ CPM തട്ടിയെടുത്തു എന്ന് എവിടെയും നിരഞ്ജൻ പറഞ്ഞിട്ടില്ല, അതും പറഞ്ഞിട്ടില്ലേ. തട്ടിയെടുത്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഫണ്ട് അയാള് മാച്ചുവേർഡ് ആയിട്ടാണ് അയാൾക്ക് ഫണ്ട് കിട്ടുക. ആ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു രക്ഷിതാവിന്റെ കടമ CPIM ചെയ്തിട്ടുണ്ട്. വീഡിയോ അല്ലാന്നേ, വീഡിയോ ഞങ്ങൾക്കറിയാൻ കാര്യമല്ലേ, വീഡിയോ കൊടുത്തിട്ട് എന്താ കാര്യം? യാഥാർത്ഥ്യതല്ലേ ഇവിടെ ഇതാ ചോദിച്ചേ. ഇവിടെ വളരെ ക്ലിയർ ആണത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്ന് പുറത്ത് വിട്ട വീഡിയോയില് നിരഞ്ജൻ തന്നെ പറയണ്ടല്ലോ എന്താ കാര്യം, ഇത് എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടാൻ ഉണ്ടായത്. CPM-നെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ FIR ഇവിടെ ക്ലിയർ ആണ്. ഇതിൽ ആരാണ് പ്രതി? പരാതി കൊടുത്ത CPM-ന് അതിലാണോ? പിന്നെ എന്തിനാ ഇവിടെ പറയണത്? ഇത് പിണറായി വിജയന്റെ സ്ഥാപനാന്ന് പോലും പറയാൻ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയാണോ? ഈ ഫാം ഫെഡ് പിണറായി വിജയന്റെ സ്ഥാപനാന്ന് പറഞ്ഞില്ലേ? പിണറായി വിജയൻ ബന്ധപ്പെട്ടാണ് ഈ പൈസ അവിടെ ഇട്ടേന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് CPM. അത്രയും മോശമായ പദപ്രയോഗം ഉപയോഗിച്ചല്ലോ. അല്ല, പിണറായി വിജയന്റെ അടുപ്പമില്ലല്ലോ. എന്ത് ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിനെതിരെ ഞങ്ങൾ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോണത്. 75 ലക്ഷം രൂപ പിരിച്ചു എന്നും പറയുന്നത് എവിടുന്ന് തെളിവിടിയിട്ടാ ഗോപ്രതാപൻ ഈ തോന്നിയ ദിവസം പറയുന്നത്? എന്ത് ധിക്കാരും അറിയാമോ? എന്ത് തോന്നിയാസവും അറിയാമോ? ഞങ്ങൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാള് പണം നഷ്ടപ്പെട്ടിട്ട് ഒരാളുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധപ്പെടുന്നത് വേറെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, ഒരു സൗഹൃദത്തിന്റെ പേരിലേ. ആ സൗഹൃദത്തിന്റെ പേരിൽ ബന്ധപ്പെടുമ്പോ അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത് ആ ചെറുപ്പക്കാരനെ സമൂഹത്തിൽ തേജോവധം ചെയ്യുക, വിശ്വാസവഞ്ചന ചെയ്യുക, അതാണ് ചോദ്യം ചെയ്യേണ്ടത്. അവിടെയാണ് പ്രശ്നം. ആ ചെറുപ്പക്കാരന്റെ മെറിറ്റിനെ ചോദ്യം ചെയ്യുക. അയാളൊരു സൗഹൃദം എന്നുള്ള നിലയിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ സമീപിക്കുന്നു. ആ പണം തിരിച്ചു കിട്ടുന്നുള്ള അർത്ഥത്തിലാണ് പോകുന്നത്. അതിനെ ചൂഷണം ചെയ്യുന്നത് ഏറ്റവും ക്രൂരമായ നടപടിയാണ്. അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ, മറ്റേ പാർട്ടി നേതാക്കന്മാർ, KB അബ്ദുൽ ഖാദർ, ഇതൊക്കെയാ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നിരഞ്ജന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്, അതായത് അദ്ദേഹത്തിന് ആ വീഡിയോയിൽ പറയുന്ന വീടില്ല, കിട്ടിയ ഫണ്ട് മുഴുവൻ പോയി, അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി ഉണ്ടാവുമോ? പിന്നെന്താ സംശയം? ഇത് കേൾക്കൂ, ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന്റെ വീട് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ചില ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. നേരത്തെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും നടത്തിയിട്ടുണ്ട്. ആ സംബന്ധിച്ച് അയാളുടെ കുടുംബസ്വത്തുണ്ട്. കുടുംബസ്വത്തിനെ സംബന്ധിച്ചുള്ള ചില നീക്കുപോക്കുകൾ അങ്ങോട്ടും കൂടെ ഒക്കെ ചിലത് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ തീർത്ത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ അതിപ്പോ ആ കുടുംബസ്വത്തിന്റെ മാത്രം കാര്യമല്ല, ഈ പണം തിരിച്ചു കിട്ടാൻ ഇടപെടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ് CPM-ന്റെ രക്തസാക്ഷി വത്സലന്റെ മകൻ. അദ്ദേഹത്തിന് 23 വയസ്സായി. രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും സ്വതന്ത്രമായ നിലപാടൊക്കെ സ്വീകരിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ആ ചെറുപ്പക്കാരനുണ്ട്. വത്സലന്റെ മകനായതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഞാൻ പറയുന്ന ആളല്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഏത് കാലത്തും നിരഞ്ജൻ, കണ്ണൻ അത് ഞങ്ങളുടെ മകനെ പോലെയാണ്. ഞങ്ങള് ഒരുമിച്ച് പ്രവർത്തിച്ചേർന്ന ആളുകളാണ്. ഞാനായാലും ശിവദാസനായാലും ഹാരിസ് ബാബു ആയാലും ഒക്കെ ഒരുമിച്ച്, രാജശേഖരനായാലും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചേർന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മകനെ പോലെ തന്നെയാണ് നിരഞ്ജനുള്ളത്. ഒരു വ്യത്യാസമൊന്നുമില്ല. ആ നിരഞ്ജനെ ഏത് ഘട്ടത്തിൽ ഏത് രീതിയിൽ സഹായിക്കേണ്ടത് കുറവുകളൊക്കെ ഉണ്ടാവാം. ഇത് ചില സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ഇതില് ഒരു മനുഷ്യനെ കുടുംബത്തിൽ നമ്മുടെ മകനെ സ്നേഹിക്കുമ്പോൾ പോലും ചില ഘട്ടത്തിൽ മകന് ചിലപ്പോൾ തോന്നിയേക്കാം എന്റെ അച്ഛൻ വേണ്ടത്ര സ്നേഹിക്കുന്നുണ്ടോ എന്ന തോന്നലൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, എന്റെ കുടുംബത്തിലുണ്ടാവും. ചില ഘട്ടത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങളും പ്രയാസങ്ങളും. കുടുംബമാകുമ്പോ ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കുന്ന പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊരു കുടുംബത്തെ ആളുകളല്ലേ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തോണ്ട് അതിനെ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്ത് കളങ്കപ്പെടുത്തുക, ഒരു ചെറുപ്പക്കാരനെ വിശ്വാസവഞ്ചന ചെയ്യുന്ന രീതിയിലുള്ള നിലപാടെടുക്കുക, അതാണ് ഇവിടെ ക്രൂരമായിട്ടുള്ള കാര്യം എന്ന കാര്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. ആ പ്രതികളൊന്നും ജീവിച്ചിരിപ്പില്ല. ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ പ്രതികളൊന്നും ഇന്ന് ഇവർക്ക് ഈ ഗുണ്ടകൾക്ക് വേണ്ടി അപ്പീൽ ചെയ്ത് രാമപിള്ളയാണ്. വളരെ പ്രസിദ്ധനായ ആൾക്കൊരു സിറ്റിങ്ങിന് 1 ലക്ഷം രൂപ ആരാ കൊടുത്തത്? CH റഷീദും കൂട്ടരും പിരിച്ചെടുത്ത പൈസ തന്നെയാണ് ഈ ഗുണ്ടകളെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചത്. എന്താ സംശയ കാര്യത്തില്? ഈ ഗുണ്ടകളെ തുടർന്നുള്ള എല്ലാ കേസും കൈകാര്യം ചെയ്തത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പൊ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള അജിത് കുമാറാണ് നേതൃത്വം കൊടുത്തത്.
പിന്നെ അതിന് ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, അതിനെ സംബന്ധിച്ച് അപ്പീലൊക്കെ പോയിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പീൽ പോയതല്ലേ, അപ്പീൽ സ്വീകരിക്കുമ്പോൾ അറിയാം അപ്പീൽ ഇതാകുമ്പോൾ കുറച്ച് കേസ് സമയം എടുക്കുമായിരിക്കും. അപ്പീലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ ഒരു കാര്യമുണ്ടോ? ഇതൊക്കെ വസ്തുതയല്ലേ? ഇത് വസ്തുതയാകുമ്പോ ആ കൈ കഴുകാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇയാളെന്തിനാ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയി വെക്കുന്നത്? അയാളല്ലേ ഇതിന്റെ ജാമ്യം എടുക്കാൻ മുന്നോട്ട് വന്നത്? എങ്ങനെ ഇയാളെ ജാമ്യം എടുക്കാൻ ഇവര് മുന്നോട്ട് വരിക? എന്തിനാ ആമമ്പിള്ളക്ക് ഇത്രയും വലിയ കാശ് കൊടുത്തിട്ട് അയാളെ വക്കീൽ ഇതാക്കണം? പ്രസിദ്ധമായ വക്കീലിന് കാശ് കൊടുക്കണം? ഈ ഗുണ്ടകൾക്ക് എവിടുന്ന അത്രയും വലിയ കാശ്? മുസ്ലിം ലീഗ് നേതൃത്വം സഹായിക്കാണ്ട് ഇതൊന്നും നടക്കില്ല. വളരെ വ്യക്തമാണ്. ആസൂത്രിതമായ കൊലപാതകത്തിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നിരിക്കുന്നു. അത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം, ഈ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ സമൂഹം ഓർമ്മിക്കും എന്നുള്ളത് ഒരു തർക്കമില്ല. അത് തിരിഞ്ഞു വേട്ടയാട് ചെയ്യും, സംശയമൊന്നുമില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.